തീവണ്ടിയിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലെന്ന മുറവിളിയുടെ ഗൗരവം കൂട്ടി അക്രമങ്ങൾ തുടരുന്നു. കേരളത്തെ ഞെട്ടിച്ച ഗോവിന്ദച്ചാമി കേസിന് 14 വർഷത്തിനിപ്പുറവും സമാന രീതിയിൽ സ്ത്രീകൾ തീവണ്ടിപ്പാലത്തിലേക്ക് അരക്ഷിതരായി തള്ളി വീഴ്ത്തപ്പെടുന്നതിന്റെ തുടർച്ചയായി ഞായറാഴ്ചത്തെ സംഭവം. ഞായറാഴ്ച രാത്രി വർക്കലയിൽ പാളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തപ്പെട്ട ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അതിഗുരുതരാവസ്ഥയിലാണ്. ശ്രീകുട്ടിയെ വീഴ്ത്തിയ ശേഷം കൂട്ടുകാരി അർച്ചനയെയും കീഴ്പ്പെടുത്തി തള്ളിയിടാൻ പ്രതി ശ്രമിച്ചെങ്കിലും അവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആലുവയിൽ ഭർത്താവിനെ സന്ദർശിച്ച ശേഷം അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി. തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി 8:30 കഴിഞ്ഞ് വർക്കല ഭാഗത്ത് വെച്ചായിരുന്നു അതിക്രമമുണ്ടായത്. തിരുവനന്തപുരം പാലോട് സ്വദേശിനിയാണ് ശ്രീകുട്ടി. ശൗചാലയത്തിൽ പോയി മടങ്ങിയ പെൺകുട്ടിയെ തിരുവനന്തപുരം പനച്ചമൂട് വടക്കുംകര വീട്ടിൽ സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു. വാതിക്കൽ നിന്ന് മാറാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ആക്രമിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ തീവണ്ടിയുടെ വാതിക്കൽ വെച്ച് കാര്യമായ വാക്കുതർക്കം നടന്നതായി സഹയാത്രികർ പറയുന്നില്ല. മദ്യലഹരിയിലായിരുന്നു തന്റെ പ്രവൃത്തിയെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റി പറയുന്നുമുണ്ട്. സുരേഷ് കുമാറിന്റെ പേരിൽ വധശ്രമത്തിന് കേസുമെടുത്തു. മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച ശ്രീകുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാകാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ബംഗളൂരുവിൽ നിന്ന് സംഭവം അറിഞ്ഞെത്തിയ അമ്മ പ്രിയദർശിനി മകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചിരുന്നു. തിങ്കളാഴ്ച മൊഴിയെടുക്കാൻ പോലീസ് ആശുപത്രിയിലെത്തിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. തലയോട്ടിക്ക് പൊട്ടലും ആഴത്തിലുള്ള ക്ഷതവും ശ്രീകുട്ടിക്കുണ്ട്. അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു.